അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന കടുത്ത സൈനിക സമ്മർദ്ദങ്ങൾക്കും വ്യോമാക്രമണങ്ങൾക്കും ഉപരോധങ്ങൾക്കുമിടയിൽ തങ്ങളുടെ അത്യാധുനിക ആയുധ ശേഖരത്തിന്റെ കരുത്ത് ലോകത്തിന് മുൻപിൽ തുറന്നു കാട്ടി ഇറാൻ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. രാജ്യത്തിന്റെ ഭൂഗർഭ മിസൈൽ ഡ്രോൺ നിർമ്മാണ കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്ന ഉന്നത സൈനിക കമാൻഡറുടെ നിർദ്ദേശങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിട്ടുകൊണ്ടാണ് ടെഹ്റാൻ തങ്ങളുടെ പ്രതിരോധ ശേഷി വിളംബരം ചെയ്തിരിക്കുന്നത്. ബാഹ്യമായ ആക്രമണങ്ങൾ തങ്ങളുടെ പ്രതിരോധ ഉൽപാദനത്തെ തളർത്തിയിട്ടില്ലെന്നും മറിച്ച് ആയുധ നിർമ്മാണം മുൻപത്തേക്കാൾ വേഗതയിൽ മുന്നേറുകയാണെന്നുമാണ് ഇറാൻ വെളിപ്പെടുത്തുന്നത്. ഭൂമിക്കടിയിൽ നൂറുകണക്കിന് മീറ്റർ താഴ്ചയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ രഹസ്യ തുരങ്ക ശൃംഖലകൾ വെറും ഒരു സംഭരണ കേന്ദ്രം മാത്രമല്ല, മറിച്ച് പൂർണ്ണ സജ്ജമായ അത്യാധുനിക ആയുധ നിർമ്മാണശാലകൾ കൂടിയാണ്. ശത്രുക്കളുടെ അത്യാധുനിക ബോംബുകൾക്കോ മിസൈലുകൾക്കോ തകർക്കാൻ കഴിയാത്ത വിധം കോൺക്രീറ്റ് കോട്ടകൾക്കുള്ളിലാണ് ഈ സങ്കേതങ്ങൾ പ്രവർത്തിക്കുന്നത്. പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ കാണുന്ന അത്യാധുനിക ഗൈഡഡ് മിസൈലുകളും ദീർഘദൂര ആക്രമണ ഡ്രോണുകളും ഇറാന്റെ സൈനിക സാങ്കേതിക വിദ്യയിലെ വൻ മുന്നേറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിനും ഇസ്രയേലിന്റെ പ്രാദേശിക അധിനിവേശ ശക്തികൾക്കും വ്യക്തമായ മുന്നറിയിപ്പ് നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇറാന്റെ ഈ ദൃശ്യങ്ങൾ പരസ്യമാക്കിയത്. തങ്ങളുടെ പ്രതിരോധ ശേഷിയെ തകർക്കാൻ ശത്രുക്കൾ നടത്തുന്ന ഏതൊരു ശ്രമവും പരാജയപ്പെടുമെന്ന് ടെഹ്റാൻ വ്യക്തമാക്കുന്നുണ്ട്. വർഷങ്ങളായി തുടരുന്ന അന്താരാഷ്ട്ര ഉപരോധങ്ങളെ അതിജീവിച്ച് പ്രാദേശികമായി തന്നെ അത്യാധുനിക ആയുധങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ ഇറാന് സാധിച്ചു എന്നത് പശ്ചിമേഷ്യൻ ഭൗമരാഷ്ട്രീയത്തിലെ നിർണായക ഘടകമാണ്. വിദേശി ആയുധ ഇറക്കുമതിയെ ആശ്രയിക്കാതെ സ്വന്തം ശേഷി ഉപയോഗിച്ച് ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയും ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളും നിർമ്മിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഇറാൻ മുൻപും തെളിയിച്ചിട്ടുണ്ട്. ഇറാൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെയും സംയുക്ത മേൽനോട്ടത്തിലാണ് ഇത്തരം അത്യാധുനിക നിർമ്മാണ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. രാജ്യത്തുടനീളം ചിതറിക്കിടക്കുന്ന രീതിയിലാണ് ഈ തുരങ്കങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒരു കേന്ദ്രത്തിന് നേരെ ആക്രമണം ഉണ്ടായാലും രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള ആയുധ ഉൽപാദനത്തെയോ തന്ത്രപ്രധാന ആസൂത്രണത്തെയോ അത് ബാധിക്കില്ലെന്ന് ഇറാൻ ഉറപ്പാക്കിയിട്ടുണ്ട്. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഡ്രോണുകളും കൃത്യതയുള്ള ലക്ഷ്യഭേദന ശേഷിയുള്ള സജ്ജീകരണങ്ങളുമാണ് പുതിയ ഭൂഗർഭ കേന്ദ്രങ്ങളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. കുറഞ്ഞ ചെലവിൽ നിർമ്മിച്ച് വിതരണം ചെയ്യാവുന്ന ഇത്തരം ഡ്രോണുകൾ പശ്ചിമേഷ്യയിലെ യുദ്ധതന്ത്രങ്ങളെ മാറ്റിമറിച്ചിട്ടുണ്ട്. തങ്ങളുടെ സഖ്യകക്ഷികൾക്ക് ആവശ്യമായ സാങ്കേതിക സഹായങ്ങൾ നൽകാനും ഇത്തരം സ്വയം പര്യാപ്തമായ നിർമ്മാണ കേന്ദ്രങ്ങളിലൂടെ ഇറാന് സാധിക്കുന്നുണ്ട്. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഏതൊരു സൈനിക ഏറ്റുമുട്ടലിനും തങ്ങൾ സജ്ജരാണെന്ന സൂചനയാണ് ഇറാൻ ഈ പ്രതിരോധ പ്രദർശനത്തിലൂടെ നൽകുന്നത്. ആയുധശേഖരം അതിവേഗം പുനഃസ്ഥാപിക്കപ്പെടുന്നുണ്ടെന്നും ഏതൊരു നിമിഷത്തിലും ഏതു തരത്തിലുമുള്ള അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ വ്യോമ കരസേനകൾ തയ്യാറാണെന്നും ഉന്നത സൈനിക നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. ഇത് കേവലം ഒരു ഭീഷണിയല്ല, മറിച്ച് ശത്രുക്കളുടെ ആക്രമണാത്മക നിലപാടുകൾക്കുള്ള പ്രതിരോധ തന്ത്രമാണ്. പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ഇറാന്റെ ഈ പുതിയ നീക്കത്തിന് സാധിക്കും. ഗാസയിലും ലബനനിലും ഉൾപ്പെടെ മേഖലയിൽ സംഘർഷങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇറാന്റെ ദീർഘദൂര മിസൈൽ ശേഷി ഇസ്രയേലിന് വലിയ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ ഇറാന്റെ ഭൂഗർഭ കേന്ദ്രങ്ങളിൽ സജ്ജമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്കും സൈനിക നിരീക്ഷകർക്കും വലിയ വെല്ലുവിളിയാണ് ഇറാന്റെ ഈ ചിതറിക്കിടക്കുന്ന ഭൂഗർഭ ശൃംഖലകൾ ഉയർത്തുന്നത്. ഉപഗ്രഹ ക്യാമറകൾക്കോ പരമ്പരാഗത നിരീക്ഷണ സംവിധാനങ്ങൾക്കോ കൃത്യമായി കണ്ടെത്താൻ കഴിയാത്ത വിധം പർവ്വത നിരകൾക്കടിയിലാണ് ഇവയിൽ ഭൂരിഭാഗവും സ്ഥിതി ചെയ്യുന്നത്. ഇത് ഏതൊരു ആക്രമണാസൂത്രണത്തെയും സങ്കീർണമാക്കുന്നു. തുടർച്ചയായ ആക്രമണങ്ങളിലൂടെയും ഉപരോധങ്ങളിലൂടെയും ഇറാന്റെ സൈനിക വ്യവസായത്തെ നിഷ്ക്രിയമാക്കാൻ കഴിയുമെന്ന വാഷിംഗ്ടണിന്റെയും തെൽ അവീവിന്റെയും കണക്കുകൂട്ടലുകൾ തെറ്റിയെന്നാണ് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും നയതന്ത്ര സൈനിക ചർച്ചകൾ ചൂടുപിടിക്കുകയാണ്. മേഖലയിലെ തങ്ങളുടെ സഖ്യരാജ്യങ്ങൾക്ക് ഇറാൻ നൽകുന്ന സുരക്ഷാ വാഗ്ദാനവും ഈ നീക്കത്തിന് പിന്നിലുണ്ട്. ഭൂഗർഭ നഗരങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ താവളങ്ങളിൽ ജീവനക്കാർക്ക് മാസങ്ങളോളം പുറത്തിറങ്ങാനാകാതെ തന്നെ പ്രവർത്തിക്കാനുള്ള സൗകര്യങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ആധുനിക കമാൻഡ് സെന്ററുകൾ, വാർത്താവിനിമയ സംവിധാനങ്ങൾ, ഉൽപാദനശാലകൾ, സംഭരണ കേന്ദ്രങ്ങൾ എന്നിവയെല്ലാം ഒരു കുടക്കീഴിൽ ഏകോപിപ്പിച്ചിരിക്കുകയാണ്.
പശ്ചിമേഷ്യൻ മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് ഈ സൈനിക ശക്തി പ്രകടനം നൽകുന്നത്. ഇരു വിഭാഗങ്ങളും തങ്ങളുടെ പ്രതിരോധി ആക്രമണ ശേഷികൾ വർദ്ധിപ്പിക്കാൻ മത്സരിക്കുമ്പോൾ സംഘർഷ സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ തങ്ങളുടെ പരമാധികാരവും അതിർത്തികളും സംരക്ഷിക്കാൻ ഇത്തരം പ്രതിരോധ നടപടികൾ അത്യന്താപേക്ഷിതമാണെന്നാണ് ടെഹ്റാന്റെ നിലപാട്. ഇറാന്റെ ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകളും ഈ പ്രതിരോധ തന്ത്രത്തിന് നിർണായക പിന്തുണ നൽകുന്നുണ്ട്. ഉയർന്ന പർവ്വത നിരകളും ദുർഘടമായ ഭൂപ്രകൃതിയും ഭൂഗർഭ താവളങ്ങളുടെ നിർമ്മാണത്തിന് അനുയോജ്യമാണ്. ഉപരോധങ്ങൾക്കും ബാഹ്യമായ സൈനിക ഭീഷണികൾക്കും നടുവിലും ഇറാൻ തങ്ങളുടെ സൈനിക സാങ്കേതിക വിദ്യയെയും ഉൽപാദന ശേഷിയും എത്രത്തോളം ശക്തിപ്പെടുത്തിയെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പുതിയ വെളിപ്പെടുത്തൽ. പശ്ചിമേഷ്യൻ മേഖലയിൽ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഏതൊരു വലിയ പോരാട്ടത്തിലും നിർണായക സ്വാധീനം ചെലുത്താൻ ഇറാന്റെ ഈ മറഞ്ഞിരിക്കുന്ന മിസൈൽ നഗരങ്ങൾക്ക് സാധിക്കുമെന്നതിൽ സംശയമില്ല.